പത്രം എടുത്തിട്ട് പിന്നെ പെരുന്തോലോട്ട് വന്ന് ഒരു വീട്ടിൽ പത്രമിട്ട് കയറി വന്നപ്പം 3 ആന ഒറ്റയടിക്ക് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ ഓടി, എങ്ങനെ ഓടിയെന്ന് ഒരു പിടി മുന്നിൽപ്പെട്ട്. എൻ്റെ പോലെ ഒരു വയ്യാത്ത തള്ളയുണ്ടായ കുഞ്ഞ്, പൊടിക്കുഞ്ഞ്, അവരും ഓടി വന്ന് ഞങ്ങൾ വേറൊരു വീടിനകത്ത് കയറുമായിരുന്നു. രാവിലെ ഇവിടെ നിൽക്കുമായിരുന്നു. ഒടിഞ്ഞില്ല. അതിനൊരു ബാലൻസ് ഉണ്ട്. റോഡിൽ ഇറങ്ങി എല്ലാരും ഓടിച്ചു. വലിയ ആന അലച്ചോണ്ടാ പോയെ. എല്ലാരും ഓടിച്ചു, എല്ലാരും തിരിച്ചോടിച്ചു. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പത്തനാപുരം താലൂക്കിലെ പ്രവന്തൂർ പഞ്ചായത്തിലെ കുര്യനെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒറ്റ ദിവസമായുള്ള ആനകളെ കറവിൽ നിന്ന് ഓടിച്ച് കാട് കയറ്റിയിട്ട്. പക്ഷേ ഇന്നലെ 4 ആനകളാണ് ഇവിടെ താണ്ഡവമാടിയിരിക്കുന്നത്. വിജയാംബിക ചേച്ചിയുടെ വീട്ടിലാണ്. ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കേട്ടോ. മക്കളെല്ലാം വേറെ സ്ഥലത്ത് ജോലിയൊക്കെ കിട്ടി പോയി താമസം. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് പോലും ഫോൺ വിളിച്ചാൽ പോലും കിട്ടാത്തൊരു സ്ഥലമാണ്. ഈ ആനകൾ മൊത്തം മേഞ്ഞിരിക്കുകയാണ്. മേഞ്ഞെന്ന് പറഞ്ഞാൽ ആനകൾ വന്ന് ഒരു കല്യാണ സദ്യ നടത്തി പോയ രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. ഇത് നമ്മുടെ പിറവന്തൂർ പഞ്ചായത്തിലെ കുര്യനേത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. രാവിലെ ആനകൾ കുമരംകുടി റോഡിൽ 5:30-6 മണിയായപ്പോൾ നടന്നു പോവുകയായിരുന്നു. ഫോറസ്റ്റുകാർ ഈ വലിയറപ്പച്ചയിലേക്ക് ആനയെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓടിക്കാനൊക്കെ പോയിട്ടുണ്ട്. കാലിയേക്കരയുടെ തൊട്ടപ്പുറത്തുള്ള പിറവന്തൂർ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആനശല്യം. അവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമുക്ക് ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആന ഇതിലെ കൂടെ വന്നത് സ്ഥിരമായിട്ട് വരുന്ന വഴിയാണോ? ഇപ്പൊ സ്ഥിരമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം. ഇത് ഇന്നലെ രാത്രി വന്നല്ലോ. ഇന്നലെ രാത്രി വന്നതാ. ഇത് പ്ലാവാണ് നിൽക്കുന്നത്. പ്ലാവ് കുലുക്കാൻ ചക്കയില്ലല്ലോ. പ്ലാവ് കുലുക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ചക്ക വീണില്ല. ഇത്ര വലിയ പ്ലാവൊക്കെ കുലുക്കുമല്ലോ. ഇത് നല്ലൊരു ഇറക്കമല്ല ഇറങ്ങിയേക്കുന്നത്. ഇരുന്ന് നിരങ്ങി ഇറങ്ങിയതാ. ഇങ്ങനെ സ്ഥിരം വരുമോ ഇതിലേക്കടത്? സ്ഥിരം വരുന്നുണ്ട്. ഇന്നലെ എത്ര ആന ഉണ്ടായിരുന്നു? ഇന്നലെ 4 പേര്. പേരെന്ത് വരുന്നു? പേര് വിജയാംബിക. എത്ര വർഷം ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാനിവിടെ 45 വർഷം കൊണ്ട്. ഞാൻ ഇവിടെ ഉള്ളതാ. വല്ലറപ്പച്ച എന്ന് പറയുന്ന സ്ഥലത്താ എന്റെ സ്ഥലം. അവിടെ നാളെ ഒഴിഞ്ഞു പോയ സ്ഥലത്ത്. ഇവിടെ ഇപ്പൊ ഞാൻ താമസമായിട്ട് 80 വന്നതാ. ആനകൾ ഇതിലേക്ക് കയറി വരുമല്ലോ. ഫെൻസിംഗ് ഒന്നുമില്ല. യാതൊന്നും ഇട്ടിട്ടില്ല. ഇതിലേക്കൂടെ പോയേക്കുന്നില്ല. അവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങി പോയതാ. തിരിച്ച് ഇതിലേക്കൂടെ തന്നെ പോയി. ഇതിലെ കൂടെ കയറി പോയത്. ഇന്നലെ രാത്രിത്തെ സംഭവമായി. ഇന്നലെ രാത്രിത്തെ സംഭവമായി ഇത്. ആ 2 ആനയെ ഒരു കുട്ടിയാനെ കൂടെ റോഡിൽ കൂടെ പോകുന്ന ഇവിടുന്ന് പോയ പോക്കാ. ഒറ്റയ്ക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഒരാവശ്യം വന്നാൽ ഫോണ് പോലും കിട്ടത്തില്ല മക്കളെ. അല്ലപ്പോ അപ്പൊ അസുഖം വരുന്ന ആശുപത്രി പോകണമെങ്കിൽ എന്തിനാ ഓരോ അസ്വസ്ഥതയൊക്കെ ആരുമില്ല. അതിലേക്കാ വന്നത്. കയറിപ്പോയി. ഈ സ്റ്റെപ്പ് കാണാൻ കയറുവോ? ഇത് കേറി വന്നു. ഈ കൊച്ചു കിളങ്ങിക്കണ കയറുവോ? ഓ അത് ശരി. കൂടെ കേറി അവിടെ വന്ന് ഞാൻ നേരം തിരിച്ചു വന്നപ്പോ എനിക്ക് അതിശയമായിരുന്നു. എന്റെ ദൈവമേ, ഇതൊന്നും ചെയ്തില്ലല്ലോ. അല്ല, ഈ കറങ്ങിക്കട കയറി സ്റ്റെപ്പും കയറി അങ്ങ് വീടിന് മുറ്റത്ത് വന്നു. അവിടെ വന്ന് ഇച്ചിരി നിന്നിട്ടുണ്ട്. എത്ര മണിയായി കാണോ? രാത്രി ഒരു 2 മണിയായി. ഇല്ല, കമുക് വീണപ്പോ ഞാൻ ശബ്ദം കേട്ടു. ഈ കമുക് ചവിട്ടി ഓടിച്ചല്ലേ? ഓല മുറ്റത്ത് പോയി. മോല പോയി. അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടെ തിടിലായത് കൊണ്ട് വേറെണ്ണത്തിന്റെ മണ്ട കൊണ്ട് ഓടിച്ച് തിന്നേക്കുന്നില്ലേ? അപ്പുറത്ത് നിന്ന് എന്റെ ഓടിച്ച് പഠിച്ചോണ്ട് വന്നതാ അല്ലയോ? പകലൊന്നും വന്നിട്ടില്ല. സന്ധ്യ കഴിയണം. ഇത് ഇന്നലെ രാത്രി 2 മണിയായപ്പോഴത്തേനും വന്നു. തീറ്റി ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഇവിടെ നിന്ന് തിന്ന് ചവിട്ടി കുളമാക്കി. ഇതിന്റെ ഈ ഇല തിന്നത്തില്ല. അതും വലിച്ചിട്ടു. ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോയായിരിക്കും മതിയായപ്പോ. ഇതായപ്പോഴും നിറഞ്ഞു കാണും. ഇത് എടുക്കാനായിട്ട് വരുമോ? ഇന്ന് വരും. അത് വരും. ഈ കിടക്കുന്ന സാധനം വീണ്ടും തിന്നില്ല വരും. എന്നിട്ട് വരും. ഇതെല്ലാം തെള്ളിയിടും. എന്താന്ന് വെച്ചാൽ ഇവിടെ പിന്നെ നല്ല കോളുണ്ട്. 1 2 3 4 5 6 തെങ്ങ് 2 അല്ലേ? കവുങ്ങ് 6 എണ്ണം. കമുക് 5-6 ഉണ്ട്. ഇവിടെ യുദ്ധക്കളം പോലെ ആയല്ലേ? ചെയ്ത് വെച്ചേക്കുന്നു. രാത്രി മൊത്തം ഇവിടെ നിൽക്കുമായിരുന്നു. നമ്മള് അറിഞ്ഞില്ല. എന്റെ തെങ്ങിന്ന് മടല് വീഴും രാത്രിയിലൊക്കെ. അപ്പോഴും ഞാൻ വിചാരിച്ച മടല് വീണായിരിക്കും എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാൻ പോയില്ല. 4 ആന വന്നപ്പോഴത്തേക്ക് 4 ആനയ്ക്കുള്ള തീറ്റ ഉണ്ടായിരുന്നു. അത്ര നേരം നിന്ന് മുകളിലത്തെ വീട് അടച്ചിട്ടേ പോകണോ? അവിടെ ആരും ഇല്ല. താമസമില്ല. ഇല്ല. ആണ്ട് ഇത് കണ്ട. ആന കാണാൻ പോയാണോ? ഈ കലങ്ങിലൊക്കെ ചവിട്ടി ഇറങ്ങും. അത് ശരി. എല്ലാരും പറയുന്ന ആന പാലത്തിൽ കയറുന്നില്ല. ആന പാലത്തിൽ കയറത്തില്ല പറയുന്നത്. അതാണ്ട് ഇതിലേക്കൂടെ ഇറങ്ങി ചെയ്തേക്കുന്ന പണി കാണുന്നുണ്ട്. ഇവിടെ വരുന്ന വഴി എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ നിപ്പുണ്ടോ? ഇനി ഇവിടെ ഇല്ല. പോയി. രാത്രി വരും. ഇതൊരു കറക്റ്റ് വഴിയാന്ന് തോന്നല്ലേ? അതിലെ വരുന്നത്. അത് വന്നത് ഈ 4 പേര് വന്നപ്പോഴും അത്രയും വഴിയായി. ഭാഗമല്ലേ അത് വനമാ. അതിനപ്പുറം വെരുവഴി എന്ന് പറയുന്ന സ്ഥലമാണ്. 4 പേരായപ്പോഴത്തേക്ക് ഒരു താണ്ഡവം ആടിയതാ. ഉണ്ടോ? ഇത്രയും ചെയ്തിട്ടും ഞാൻ അറിഞ്ഞില്ല. മഴയും കൂടെ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു മക്കളെ. പരമാവധി തിന്നതാ. അതെല്ലാം തിന്ന്. ഇതും തിന്ന്. ഇത് പിന്നെ തിന്നില്ല. തെങ്ങ് തള്ളിയിട്ട് അങ്ങനെ കണ്ട ഓല തട്ടിയ കറണ്ടങ്ങ് പോയി. വലിയ സൈസ് ആനയാണല്ലോ കാൽപാദം കണ്ടിട്ട്. അവര് 3-4 പേരില്ലായിരുന്നോ? ഇറങ്ങുമല്ലോ. എന്താ
ആ അതുണ്ടോ ഇറങ്ങിയത് ഇതിലെ കൂടെ ഇറങ്ങിയിട്ട് ഇവിടെ കൂടെ വണ്ടിയിലെ ചെയ്ത് വെച്ചാൽ ഇവര് അവർക്ക് ഈ ചെളിയുള്ളത് നല്ലതാ. ആ. ചവിട്ടി നിരങ്ങി ഇറങ്ങാം. ഇറങ്ങാൻ ആ അതാ ഇന്നാളി വന്നപ്പോ എടുത്തത് ആ തെങ്ങ് അത് എന്റെയാ. ആ ഇത് മൂടോടെടുത്ത് ഇത് തള്ളിയിട്ട് അത് തള്ളിയിട്ട് 4-5 തെങ്ങും ഒരു 10 കവുങ്ങും പോയി. 10 കവുങ്ങും പോയി. എൻ്റെ പേര് ഷൈജു. പത്രമെടുക്കത്ത് പിന്നെ പെരുന്തോലിലോട്ട് വന്ന് ഒരു വീട്ടിൽ പത്രമിട്ട് കയറി വന്നപ്പം 3 ആന ഒറ്റയടിക്ക് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ ഓടി എങ്ങനെ ഓടിയെന്ന് ഒരു പിടി മുന്നിൽപ്പെട്ടു. എൻ്റെ പോലെ ഒരു വയ്യാത്ത തള്ളയുണ്ടായ ഒരു കുഞ്ഞും പൊടിക്കുഞ്ഞ് അവരും ഓടി വന്ന് ഞങ്ങൾ വേറെ വീടിനകത്ത് കയറുമായിരുന്നു. 2 ആനയും ഒരു കുട്ടിയാനയും. ആന പോയിട്ട് തിരിച്ച് വീണ്ടും റിട്ടേൺ വീണ്ടും വന്നു. അപ്പൊ ഈ ആന ഓടി നേരെ എങ്ങോട്ടാ പോയത്? പിന്നെ ആന നേരെ റോഡിൽ മേപ്പെട്ടങ്ങ് പോയി. അപ്രതീക്ഷിതമായി രക്ഷപ്പെടൽ ആണ് ഉറപ്പായിട്ടും. എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാൻ വരുന്ന ഫോഴ്സിന് എന്തെങ്കിലും ചെയ്തല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ എന്നും പോകുന്ന വഴിയാ. എന്നും പോകുന്ന വഴിയായിട്ട് നമ്മൾ പോകുന്ന വഴി ഇത് ഒറ്റ വിളി ഇനി കരഞ്ഞു വന്നു. അങ്ങനെ നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഒരു കൊമ്പനും വെള്ളയും ഒരു കുഞ്ഞ്. 3 ആന. ആരൊക്കെ ഉണ്ടോ അവിടെ താമസം? ഞാനും എന്റെ വീട്ടുകാരനേ ഉള്ളൂ. അയ്യോ രാത്രി എന്തെങ്കിലും ആവശ്യം നമ്മൾ അലിക്കുന്ന കേട്ടു. കുട്ടിയാനെ അലിക്കുന്ന ഇതാന്ന് അറിയുന്നില്ല. ബ്ലാവാന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് കാണിച്ചു തരാം. താണ്ടി തറയെ കൂടെ ചവിട്ടി വന്നേക്കും. ആന ധാരം എടുത്തപ്പോൾ അങ്ങ് കയറിയപ്പോഴാ ഞങ്ങൾ എണ്ണിച്ച് കാണുന്നത്. ഇത് കണ്ടോ? ഞങ്ങൾ നടക്കുന്ന വരമ്പ് വഴിയുമായത്. വീട്ടിലോട്ട് വന്നോ? വീട്ടിന്റെ അടുത്ത് വരെ വന്നത് കാണിക്കാം. ഇവിടെ കൂടെ വന്നയാ. കണ്ടോ ഇവിടൊക്കെ കയറി ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇതിലേക്കൂടെ തിരിച്ചു പോയെ. ഇതിലേക്കൂടെ പോയിട്ട് അപ്പുറത്ത് കയറി. കണ്ടോ കൊച്ചാന ഇവിടെ വന്നപ്പോഴാ അലച്ചത്. വാന്നും പറഞ്ഞിരുന്നത്. പക്ഷെ അതിലേ കയറിയിട്ട് വേണ്ട ഇതിലേക്കൂടെ കയറി അങ്ങനെ കയറി വന്നല്ലേ? അതുകൊണ്ട് അതിലേക്കൂടെ വന്ന് ഇറങ്ങി ഇങ്ങനെ അതിലേ കയറി ഇതിലേ വന്നോണ്ട് ഈ പ്ലാവെ ചക്ക ഉണ്ടാവും. ആ ചക്ക എല്ലാം ഞങ്ങളുടെ ഇനിയിപ്പോ ഈ ചക്ക നിൽക്കുന്നോണ്ട് ഉറപ്പായിട്ടും വരും. ഈ കണ്ടത്തിലൊക്കെ വീണ് ചക്ക വന്നപ്പം കണ്ടത്തിൽ തിന്നാൻ ഇറങ്ങിയതാ. അത് 1-2 ഒന്നും അല്ല. പാൽപ്പാതം ഉണ്ടല്ലേ? 4 ഉണ്ട്. ഇവിടെ കുളമാക്കി കളഞ്ഞില്ലയോ? ഞങ്ങൾ അന്നേരം എണ്ണീച്ച് വരാഞ്ഞ കറണ്ടും ഇല്ലായിരുന്നു. നമ്മള് രാത്രിയൊക്കെ ഇറങ്ങരുത്. കറണ്ട് നമ്മള് ഇറങ്ങിയാലും ആന 3 നിൽക്കുവാന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതെ കറണ്ട് ഇല്ലാതായി പോയി. ഇതിലേക്കൊക്കെ ചവിട്ടിയാ കയറി പോയി. പിന്നെ എത്ര എണ്ണം വന്നു നോക്കിയാ. ഇപ്പോഴും ആനയുടെ ചൂര് കിടപ്പുണ്ട്, മാറിയിട്ടില്ല. ഇതിലേ വന്ന് അങ്ങ് ഇറങ്ങി. ഇവിടെ എല്ലാരും ഒരപ്പേടി റോഡിൽ ഇറങ്ങി എല്ലാരും ഓടിച്ചു. വലിയ ആന അലച്ചോണ്ടാ പോയെ. എല്ലാരും ഓടിച്ചു. എല്ലാരും തിരിച്ചോടിച്ചു. രാവിലെ ഇട്ട വിണ്ടോ എല്ലാം അങ്ങ് ഭയങ്കര സ്മെല്ല്. ചക്കക്കുരു ആണല്ലോ മൊത്തം. ചക്കക്കുരു അപ്പൊ ഇറങ്ങിയതാ. ചക്കക്കുരുവിന്റെ ഒരു ബഹളമാണല്ലേ? മൊത്തം ചക്കക്കുരുവാണ്. ആനപ്പിണ്ടത്തില് ചക്കക്കുരുവാണ് ദഹിക്കാതെ കിടക്കുന്നത്. ഇതൊക്കെ വൻമനത്തിൽ പോണ്ട പിണ്ടമില്ലയോ ഈ വീടിന്റെ മുറ്റത്തൊക്കെ വരുന്ന പറഞ്ഞാൽ എല്ലാം ചക്കക്കുരുവുള്ളൂ. അപ്പം പരമാവധി ചക്ക തിന്നുക എന്നുള്ളതാണ്. അതിനാ വരുന്നത്. എന്തൊരു അലപ്പാരെന്നറിയാവോ ആന. ചിന്നമ്പിളിയായിരുന്നല്ലയോ? ഞങ്ങള് ആനകളി ഇറങ്ങിപ്പെട്ട അവരൊക്കെ ഓടിച്ചെന്ന് പറയുന്നല്ലോ. അല്ല അവിടെ ഓടിക്കാൻ ചെന്നവരെ തിരിച്ചോടിച്ചു. എന്തായാലും ഇനിയെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എങ്ങനെ പുറത്തോട്ട് ഇറങ്ങും? ഇത് നേരം വിളിക്കുന്നവരെ നിന്നോണ്ടാ വീണ്ടും ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ പോയാനെ. അല്ലാതെ വന്നു പോകുമ്പോ വീണ്ടും ഇടൂല. ഇല്ല ഇത് കുറെ ചെറുതും വലുതിന്റെയും കൂടെ ആയത്. ജീവിക്കാനൊരു അവസരം ഉണ്ടാക്കി തരണം. ഇല്ലാത്ത ആളാണ്. എല്ലാത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഇതുപോലെ ഇപ്പൊ 2-3 പ്രാവശ്യം ഇപ്പൊ ഇവിടെ ഇറങ്ങി. അവര് വലിയൊരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കൃഷിപ്പണിയായിരുന്നു. ഈ ടാപ്പിങ്ങൊക്കെ ആയിരുന്നു. ഇപ്പം കൃഷിപ്പണിയൊന്നുമില്ല. വന്യമൃഗ ശല്യം എല്ലാ മൃഗങ്ങളും ഒന്നും പറ്റത്തില്ല. ഒന്നും ഇങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് പുളികരത്തിലൊക്കെ കയറി പുളിയൊക്കെ പറിച്ച് പറയിട്ടേക്ക് ഒന്നും ചെയ്യും. നാളെയും അതുപോലെ തന്നെ എന്തുമാത്രം കൊണ്ട് എല്ലാം തറയിൽ പൊഴിഞ്ഞു പോവാം. കുരങ്ങിനും അണ്ണാനും ഒന്നും കഴിക്കാൻ ആവശ്യമില്ലെങ്കിൽ പറിച്ചാൽ കളയുക. കണ്ടാ കിടക്കുന്ന എല്ലാവർക്കും ജീവിക്കാനുള്ള ചുറ്റുവട്ടമുണ്ട്. ആർക്കും ഒന്നുമില്ല. എല്ലാവരും കാശ് കൊടുക്കും. പക്ഷെ അതുകൊണ്ടിപ്പോ സർക്കാർ ഏതാണെങ്കിലും നമുക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാക്കി തരണം. ആനകൾ ഇറങ്ങുന്ന ഗ്രാമം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ വനഗ്രാമത്തിനാണ് പിറവന്തൂർ പഞ്ചായത്തിലെ. അപ്പോൾ കുര്യനേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആനകൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ കൂടെ കോമള ചേച്ചി കമലാസനം ചേട്ടനുണ്ട്. ഇവിടുത്തെ താമസക്കാരാണ്. അവര് ഇടവിട്ടുള്ള വീടുകളാണ്. മുകളിലത്തെ ഒരു വീട് താമസം മാറ്റി പോയി ആനശല്യം കാരണം. അപ്പൊ ചേട്ടന് ശ്വാസം മുട്ടാണ്. രാത്രി ടോർച്ച് അടിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ ആന നിൽക്കുന്ന അറിയാൻ പറ്റില്ല. ഇന്നലെ 4 ആനകളായിരുന്നു. 3 വലിയ ആനയും ഒരു കുട്ടിയാനയും. അപ്പോൾ അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അത്രയും ദുരിതമായ ഒരു അവസ്ഥയിലാണ് ഇവർ താമസിക്കുന്നത്. രാത്രിയിൽ അസുഖം വന്നാൽ ആശുപത്രി പോകാൻ പറ്റത്തില്ല. ഒരു ആവശ്യം മുറ്റത്തിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരമാവധി ഈ ആനകളെ ഓടിച്ച് കയറ്റുന്നത് കൂടാതെ വനം വകുപ്പ് ഒരു പുതിയ നൂതന സംവിധാനങ്ങളൊക്കെ കർണാടകത്തിലൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ജനങ്ങൾക്ക് വനമേഖലയിൽ താമസിക്കുന്നവരെല്ലാം കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ.
അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ചേട്ടനൊക്കെ പറയുന്നത്. ഇനി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആന ചക്കയെടുക്കാൻ വരുന്നു, അതുകൂടാതെ തന്നെ ആളുകൾ പെട്ടുപോയാൽ അവർക്ക് അപകടം വരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കേണ്ടത് പുതിയ മന്ത്രി, വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആണ് ഇതിന് കൂടുതൽ ഇപ്പോൾ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഈ വാർത്തകൾ കാണുമ്പോൾ അധികാരികൾ ശ്രദ്ധിക്കുമെന്നും വനംവകുപ്പ് കൃത്യമായ നടപടികൾ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വനവാസികളായ ഗ്രാമീണർ. അവർക്കും കൃഷി ചെയ്ത് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അടുത്തൊരു കാഴ്ചയുമായി വീണ്ടും എത്താം.